ഇത് മേടിക്കേണ്ട കാര്യം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതെല്ലാം ലാസ്റ്റ് വരെ നിങ്ങൾ കാണണം. കാര്യങ്ങളൊക്കെ ഒന്ന് അഴിക്കുക. അതായത് ഈ സീറ്റിൻ്റെ കവർ വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് അഴിക്കാം. കഴിഞ്ഞു തിരിച്ച് സീറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് ഇതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് പറഞ്ഞിട്ടുമുണ്ട്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഏറ്റവും പുതിയ മോഡൽ ഫ്രോങ്സ് ഡെൽറ്റ പ്ലസ് വേരിയൻ്റ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള. ഈ മോഡലിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് സൈഡ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഡ്രൈവർ സൈഡിലെ സീറ്റയിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതൊരു വലിയ ഡ്രോബാക്ക് തന്നെയാണ്. പക്ഷേ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഫീച്ചർ ആഡ് ഓൺ ചെയ്യാൻ സാധിക്കും. പക്ഷേ കുറച്ച് പൈസ മുടക്കം വരില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഏതായാലും അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ അറിയാൻ സാധിക്കും. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വേരിയൻറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ആകെപ്പാടെ സീറ്റിൻ്റെ ചാര് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഹൈറ്റ് അഡ്ജസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും ഓപ്ഷനില്ല. അപ്പോൾ അതാദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതിലിപ്പം എക്സ്ട്രാ ആയിട്ട് വരുമെന്ന് പറയാൻ വേണ്ടി ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു യൂണിറ്റ് മാത്രമാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ പൊക്കുന്നതിനനുസരിച്ച് ഇത് കണ്ടോ നമുക്ക് കാണാൻ സാധിക്കും. ഇത് പൊങ്ങുന്നത് ഇതിന് താക്കണമെന്നുണ്ടെങ്കിൽ ഇത് താക്കാനുള്ള സെറ്റപ്പും നമുക്കിതിനകത്ത് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സീറ്റ് ഫുള്ള് നമ്മൾ അഴിച്ചെടുക്കാൻ പോവുകയാണ്. സീറ്റ് അഴിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 1, 2 ഇവിടെ 2 ബോൾട്ടും വരുന്നുണ്ട്. ബാക്കിൽ ഇതുപോലെ 2 ബോൾട്ടും കൂടെ വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഇവിടെ ഒന്നും ഈ ഒരു സൈഡിൽ വരണം. ഇവിടെ 2 കൂടെ ഉള്ളത് കഴിഞ്ഞ് ഈ 2 കൂടെ അഴിച്ചു കഴിഞ്ഞാൽ സീറ്റ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് സീറ്റ് ഏതായാലും ഒന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ 2 ബോൾട്ട് ആദ്യം ഒന്ന് അഴിക്കുകയാണ്. ഫ്ലവർ കീ ആണ് വരുന്നത്. കുറച്ച് ടൈറ്റായിരിക്കും. ഈ താഴത്തെ ഈ കപ്ലറും കൂടെ നമ്മൾ അഴിച്ചു വിട്ടോണം. കാരണം ഇത് നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെ കപ്ലറാണ് വരുന്നത്. ഈ കപ്ലർ ഇവിടുന്ന് നമ്മൾ അഴിച്ചു വിടണം ആദ്യം. ഈ ഫ്രണ്ടിലും ദേ ഇവിടെ ഒരെണ്ണം, ഇവിടെ രണ്ടാമത്തെ. ഓക്കെ, അതും കൂടെ അഴിക്കാം. ഓക്കെ, അങ്ങനെ അപ്പം 4 ബോൾട്ടും അഴിച്ച് ഈ ഒരു ചെയർ ഇപ്പോൾ ഇത് ഫ്രീ ആയി. കണ്ടോ, അപ്പോൾ ഇത് ഫ്രീ ആയി. ഇനി ഇതിൻ്റെ താഴെ എന്തെങ്കിലുമൊക്കെ ഡിസ്കണക്ട് ചെയ്യാനുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. വിഷ്വലായിട്ട് ഒന്നും തന്നെ ഇല്ല, എല്ലാം ഓക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ പതുക്കെ ഒന്ന് പൊക്കി എടുത്ത് നമ്മുടെ ഫ്രണ്ടിലൊന്ന് കൊണ്ടുവച്ച് ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ബാക്കിലത്തെ ഈ കവറും കാര്യങ്ങളൊക്കെ ഒന്ന് അഴിക്കാം. അതായത് ഈ സീറ്റിൻ്റെ കവർ വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് അഴിക്കാം. നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഈ ഒരു പോർഷനൊക്കെ നമുക്ക് അഴിച്ചെടുക്കാം. ഇത് ക്ലിപ്പാണ് വരുന്നത്. ജസ്റ്റ് മേളിലോട്ട് പൊക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ ഹുക്കിലാണ് ഇതിരിക്കുന്നത്. ഈ ഹുക്കെല്ലാം പതുക്കെ ഇങ്ങനെ പൊക്കി എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ ഫ്രീ ആകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സൈഡിലത്തെ കവറൊക്കെ ജസ്റ്റ് ഒന്ന് അഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു പീസും കൂടെ നമുക്ക് ഏതായാലും ഊരിയെടുക്കണം. കുറച്ച് ബുദ്ധിമുട്ടാണ്. സൈഡിലത്തെ ഇത് പ്രസ് ചെയ്ത്, അതായത് സൈഡിൽ നിന്ന് 2 സൈഡും കൂടെ തിക്കിയാൽ നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇത് ഊരി മാറ്റി വെച്ചതിന് ശേഷം ഇവിടെയുള്ള കുറച്ച് സ്ക്രൂ, അതായത് ഈ ബ്ലാക്ക് സ്ക്രൂ അഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതഴിക്കുക. രാഗാജന ഏതായാലും നമ്മുടെ പണി കൂടിയിട്ടുണ്ട് അല്ല അല്ലേ. ഓക്കെ, ഈ ഒരു സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ ഈ കവറും കൂടെ നമുക്കിങ്ങ് ഊരിയെടുക്കാം. ഇനി നമുക്ക് ഈ 2 ബോൾട്ടും കൂടെ അഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സീറ്റ്, അതായത് ഈ ഒരു പോർഷൻ മൊത്തം ഫ്രീ ആയിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ബേസ് മാത്രം ഇൻഡിപെൻഡൻ്റ് ആയിരുന്നോളും. ഇത്രയും പോർഷൻ നമുക്ക് നേരെ ഈ ഒരു ഫ്രെയിമിലോട്ട് തിരിച്ചു കയറ്റാം. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 ഈ ബോൾട്ട് നമ്മൾ അഴിച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഫ്രീ ആയി. ഇനിയിപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ ഫ്രീ ആക്കി. ഇനി താഴത്തെ പോർഷൻ ജസ്റ്റ് ഒന്ന് പൊക്കി എടുത്താൽ മതി. അങ്ങനെ ഇത് 2ഉം 2ആയി. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പോർഷൻ ഇപ്പോൾ തൽക്കാലം ആവശ്യമില്ല. ഇവനെ തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു ബേസ് പ്ലേറ്റ് മാത്രം നമുക്കിപ്പോൾ ആവശ്യം വരുന്നുള്ളൂ. ഇതിൻ്റെ ഫ്രെയിമിൽ നിന്ന് ഈ ക്ലോത്ത് ഫുള്ള് നമുക്ക് ഊരിയെടുക്കണം. ക്ലോത്തും ഈ സ്പോഞ്ചും ഒക്കെ നമുക്കിങ്ങനെ ഊരിയെടുക്കാനുള്ളതാണ്. അപ്പം ഇത് ഊരിയെടുക്കാൻ വേണ്ടി ഞാൻ നേരത്തെ കാണിച്ച പോലെ സൈഡിലത്തെ എല്ലാം പീസും ഫ്രീ ആക്കി കഴിഞ്ഞാൽ ഇതെല്ലാം പതുക്കെ നമുക്ക് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കണ്ടോ, അപ്പോൾ ഇതുപോലെ ഈ സൈഡിലുള്ള ഈ ക്ലോത്തെല്ലാം കറക്റ്റായിട്ട് ഊരിയെടുത്തോണം. ഇതൊരു പ്ലാസ്റ്റിക് വെച്ചാണ് ഇതിനിടയ്ക്കോട്ട് കയറ്റി വെച്ചിരിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് എല്ലാം തിരിച്ച് അതുപോലെ തന്നെ നമ്മൾ കറക്റ്റാക്കി അതിലോട്ട് കയറ്റി ഇടണം. കണ്ടോ, ഇത് ഫ്രീ ആയി പോകുന്നത് കണ്ടോ. യെസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം കൂടെ നമുക്ക് ഊരി ഈ ഒരു ഫ്രെയിം, ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഫ്രെയിം. കണ്ടോ, ഇതിലിപ്പം എക്സ്ട്രാ ആയിട്ട് വരുമെന്ന് പറയാൻ വേണ്ടി ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു യൂണിറ്റ് മാത്രമാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ പൊക്കുന്നതിനനുസരിച്ച് ഇത് കണ്ടോ നമുക്ക് കാണാൻ സാധിക്കും. ഇത് പൊങ്ങുന്നത് ഇതിന് താക്കണമെന്നുണ്ടെങ്കിൽ ഇത്
താക്കാനുള്ള സെറ്റപ്പും നമുക്കിതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഐറ്റംസും എല്ലാം അതുപോലെ തന്നെ അതിലും സെറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പം നമ്മളിതെല്ലാം ഇതിനകത്ത് തിരിച്ച് സെറ്റ് ചെയ്തു. ഈ 2 ബോൾട്ട് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇതും പിടിപ്പിച്ചു, താഴെയും പിടിപ്പിച്ചു, താഴെ ടൈറ്റ് ചെയ്തിട്ടില്ല. ഇനി ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു ബ്രാക്കറ്റും കൂടെ നമ്മൾ അഡീഷണൽ ഇതെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നതാണ്. ഇത് മേടിക്കേണ്ട കാര്യവും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്, ഇതെല്ലാം ലാസ്റ്റ് വരെ നിങ്ങൾ കാണണം. ഇനി ഈ ഒരു ബ്രാക്കറ്റ് പിടിപ്പിക്കുക, പിന്നെ ഈ 2 കവേഴ്സും കൂടെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ പരിപാടി തീരും. പിന്നെ തിരിച്ച് നമ്മുടെ വാഹനത്തിലോട്ട് ഇത് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ അഴിച്ചതുപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്താൽ മതി. ഏതായാലും ഈ ഒരു സംഗതി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് എന്ത് പ്രൈസ് വരുന്നുണ്ട് ഈ പ്രോഡക്റ്റ്. ശരിക്കും പറഞ്ഞാൽ 2 ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട് ഇത് മേടിക്കാൻ വേണ്ടി. ഒന്ന്, നമുക്ക് മാരുതി തന്നെ ഇതിൻ്റെ പാർട്സുകളും കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്യാം. ഞാൻ ആ പാർട്സിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തോളാം. ഇനി അതല്ല, നിങ്ങൾക്ക് വലിയ കഷ്ടപ്പെടാത്ത രീതിയിൽ സാധനം വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം 14,000 രൂപയോളം ഈ ഒരു പ്രോഡക്റ്റിന് വില വരുന്നുണ്ട്. ആവശ്യമുള്ള ആൾക്കാർ ജസ്റ്റ് എൻ്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എവിടെയാണ് നിങ്ങൾക്ക് എത്തിച്ചു തരേണ്ടത് ആ ഒരു സ്ഥലത്ത് നമുക്ക് എത്തിച്ചു തരാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം ബാക്കി വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. തിരിച്ച് സീറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഹൈറ്റ് എത്ര വേണം, അതായത് നോർമൽ അതിൻ്റെ രീതിക്ക് നമുക്ക് കൂട്ടാനും സാധിക്കും, വേണ്ടേ നമുക്ക് കുറയ്ക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പോരാഞ്ഞിട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.